ഹായ് ഹലോ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണത് 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കാണ് കേട്ടോ. കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമർ നമ്മളടുത്ത് റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. ചില ഡിസൈൻസ് ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും കസ്റ്റമേഴ്സിന് ചിലപ്പോൾ അത് അത്രയും ഇഷ്ടമാവും. അപ്പോൾ അതിൽ ഒരു ചേഞ്ച് വരുത്തണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കും അങ്ങനെ തന്നെയായിരുന്നു. അവർ തന്ന അതേ ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം ഉണ്ടല്ലോ നല്ല ചൂടായതുകൊണ്ട് ഇത് കറക്റ്റ് ഉച്ച ടൈമിലാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നല്ലോ. ഇതിപ്പോൾ നൈറ്റിലാണ് അവരുടെ പരിപാടി. അപ്പോൾ ഞാൻ വൈകിട്ടാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെയിൻബോ നമ്മൾ ഫോണ്ടൻറ്റിൽ ചെയ്തതാണേ. അവർ തന്ന പിക്കിലുള്ള അതേപോലെ തന്നെ ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ, ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെയാണ് നമ്മൾ കേക്കും റെയിൻബോ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അടുത്ത ദിവസമായിട്ട് കൊടുക്കാനുള്ളൊരു കേക്കാണ് ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ടയർ കേക്കും ഒരു ടോൾ കേക്കുമാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 1 kg ടോൾ കേക്കായിട്ട് ചെയ്യാൻ പറഞ്ഞ കേക്കാണേ. ഇത് നമ്മൾ ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 കേക്കും വൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്യാനുള്ളത്. അതിലേക്ക് ഫുൾ സെറ്റ് ഉണ്ട് കേട്ടോ. കപ്പ് കേക്കും ഡോണറ്റ്സും പോപ്സിക്കിൾസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടയർ കേക്കിൻ്റെ താഴത്തെ കേക്കാണ് കേട്ടോ. എല്ലാ കേക്കും ഞാൻ വൈറ്റ് ക്രീം വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഉച്ചയ്ക്കുള്ള പരിപാടിയുടെ കുറച്ച് മുന്നേയാണ് കേട്ടോ ഫുൾ കേക്കിൻ്റെ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ ബാക്കി ഡിസൈൻസും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിലേക്കുള്ള ഫോണ്ടൻ വർക്കൊക്കെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണ്ടൻ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ കേക്കൊക്കെ ഫൈനൽ കോട്ട് ചെയ്യാൻ നിന്നത്. ഈ ഒരു 2 ടയർ കേക്ക് ഉണ്ടല്ലോ, 2 ടയർ കേക്ക് നമുക്ക് 3 kg ആണ് കേട്ടോ വെയിറ്റ് വന്നിട്ട്. അപ്പോൾ ഞാൻ 8 ഇഞ്ചിലും 6 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്കും ബട്ടർ സ്കോച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ളതാണെന്ന് പറഞ്ഞല്ലോ. 2 ടയർ കേക്ക് അവരുടെ വീട്ടിൽ നിന്നുള്ള കേക്കും പിന്നെ ഈ ഒരു ടോൾ കേക്ക് ഉണ്ടല്ലോ ആ കേക്ക് അവരുടെ ഈ താത്താൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ 2 കേക്കിൻ്റെ ഓർഡർ നമുക്ക് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 കളറും സെയിം ആയിട്ട് ചെയ്യാനാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ആ ഒരു സെറ്റിലേക്കുള്ള കപ്പ് കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബേബിൻ്റെ ഡ്രസ്സ്. ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഫുൾ സെറ്റും ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വൈറ്റ് അങ്ങനെ ഒരു തീമിലാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തൊരു ഡിസൈന് കസ്റ്റമർ സെയിം നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീമൊക്കെ ഉച്ചയ്ക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണോ ആ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്ത കേക്കാണ്. നമുക്ക് ഈ താഴെയുള്ള ഗ്രീൻ കളറാണ് കേട്ടോ നമ്മൾ ആ ഒരു ഡെലിവറിയുടെ കുറച്ച് മുന്നേ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഫോണ്ടൻ്റ് ടെഡി ബിയർ ഉണ്ട് കേട്ടോ. അത് നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മാച്ചായിട്ടുള്ള ഗ്രീൻ കളർ ബോൾസ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ ഷോപ്പിൽ തപ്പിയിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. 3 ഷോപ്പിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റും ഗോൾഡും കളറിലുള്ള ഫോക്സ് ബോൾസാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഫോണ്ടൻറ്റിൽ സ്റ്റാർസും പിന്നെ മോൻ്റെ നെയിം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബേബിൻ്റെ നെയിം ഹൈസിൻ ഇഷാൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് ഉള്ള കേക്കിൽ ഹൈസിനും അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കേക്കിൽ നമ്മൾ ഹൈസിൻ ഇഷാൻ എന്നും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയിം ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. ഇനി അതിലേക്കുള്ള ഫോണ്ടൻ്റ് വർക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഫുള്ള് അവരിവിടെ വീട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്ത് കേട്ടോ. കേക്ക് ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പതുക്കെയാണ് കേട്ടോ ചെയ്തത്. അവർ ടൈം ഓരോരുത്തരെ ഗസ്റ്റ് വരുന്നതിനനുസരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ഡെക്കറേഷനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് അവരെ വീട്ടിൽ നിന്നുള്ള കേക്കും. അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ പോലെ ഫുൾ കേക്ക് സെറ്റായിട്ട് നമ്മൾ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന ഓർഡറാണ് കേട്ടോ ഇത്. മാഷ് ആൻഡ് ദ ബിയർ തീമിലാണ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 1 kg വാനിലായിരുന്നു ഫ്ലേവർ. ഈ ഒരു കേക്ക് ഫോണ്ടൻ വർക്കൊന്നും ഇല്ലാതെ അധികം റേറ്റ് ഇല്ലാതെ ചെയ്യാൻ പറഞ്ഞൊരു കേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഈ ഒരു പിങ്ക് ക്രീമിൽ മാത്രമേ ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അവരെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു മാഷ് ആൻഡ് ദ ബിയർ തീമിലായിരുന്നു കേട്ടോ. ബേബിക്ക് തന്നെ ഈ ഒരു ഡ്രസ്സ് തന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.